ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 റിലീസായിരിക്കുന്ന ഹോട്ട്സ്പോട്ട് എന്ന തമിഴ് മൂവിയാണ്. 4 വ്യത്യസ്ത കഥകൾ ഉൾപ്പെടുത്തിയ ഒരു വെറൈറ്റി മൂവിയാണിത്. ഈ സിനിമയിലെ ഒരു കഥയെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്ന വിശ്വാസത്തോടെ നമുക്ക് മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാരൻ കഥ പറയാനായി ഫിലിം പ്രൊഡ്യൂസറിന്റെ അടുത്ത് വരുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം പ്രൊഡ്യൂസർ അയാളുടെ ഭാര്യയോട് ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. നാളെ അച്ഛന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്ന് വീട് വരെ പൊക്കോട്ടെ എന്ന് ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നു. പക്ഷെ നാളെയല്ല മോളുടെ ഓഡീഷൻ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. നാളെ ഒരു തവണത്തേക്ക് മോളെയും കൊണ്ട് ഓഡീഷന് പൊക്കൂടെ എന്ന് ഭാര്യ പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നു. പക്ഷെ തനിക്ക് നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മോളെയും കൊണ്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോളാനും പ്രൊഡ്യൂസർ ഭാര്യയോട് പറയുന്നു. ശേഷം പ്രൊഡ്യൂസർ ആ കോള് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചെറുപ്പക്കാരനെ കാണുന്നത്. അവൻ സ്വയം പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി കഥയുണ്ടെങ്കിൽ പറയാൻ പ്രൊഡ്യൂസർ ആ ചെറുപ്പക്കാരനോട് പറയുന്നു. മാത്രമല്ല, കാണുന്ന പ്രേക്ഷകരിൽ 4 പേരെങ്കിലും മാറി ചിന്തിക്കുന്ന രീതിയിലെ കഥയാണ് തനിക്ക് ആവശ്യമെന്നും പ്രൊഡ്യൂസർ അവനോട് പറയുന്നു. ഇത് കേട്ടതും അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ചെറുപ്പക്കാരൻ ഒരു കഥ പറയാൻ തുടങ്ങുന്നു. കഥയുടെ തുടക്കത്തിൽ വിജയ് എന്ന ചെറുപ്പക്കാരൻ തന്റെ കാമുകിയായ ധന്യയോട് ഫോണിലൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. 5 വർഷം പ്രേമിച്ച് വീട്ടിൽ സമ്മതിപ്പിച്ചിട്ട് ഇപ്പൊ എന്തിനാണ് കല്യാണം നീട്ടിവെക്കാൻ പറയുന്നതെന്ന് വിജയ് ധന്യയോട് ചോദിക്കുന്നു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ധന്യ പറയുമ്പോൾ ഇനി നിന്റെ വീട്ടുകാർ വല്ലതുമാണോ പ്രശ്നമെന്ന് വിജയ് തിരിച്ചു ചോദിക്കുന്നു. അതൊന്നും വല്ല കാര്യമെന്ന് ധന്യ മറുപടി പറയുന്നു. എന്തായാലും തുറന്നു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് വിജയ് അവളോട് പറയുന്നു. പക്ഷേ ഈ 5 വർഷം കൊണ്ട് മനസ്സിലാകാത്തത് വെറും 5 മിനിറ്റ് കൊണ്ട് നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ലെന്ന് ധന്യ മറുപടി പറയുന്നു. ഇനി ഏതായാലും അതൊന്നും ആലോചിക്കേണ്ടതും വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിക്കാനും വിവാഹം ഉടനെ നടത്താമെന്നും ധന്യ വിജയോട് പറയുന്നു. ശേഷം ഫോൺ കട്ട് ചെയ്ത് വിജയ് ഉറങ്ങാൻ കിടക്കുന്നതാണ് കാണിക്കുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്നും വിജയെ അവന്റെ അമ്മ വിളിച്ചുണർത്തുന്നു. പെണ്ണ് വീട്ടുകാർ ഉടനെ വരുമെന്നും അതുകൊണ്ട് വേഗം കുളിച്ച് റെഡിയായി വരാനും അമ്മ അവനോട് പറയുന്നു. വിജയ് ഒരുങ്ങാൻ പോകുന്നതിന് മുമ്പേ ഇന്നെങ്കിലും നല്ലൊരു മുണ്ട് ഷർട്ടും ഇട്ട് അടക്കം ഒതുക്കമായിട്ടിരിക്കാൻ അമ്മ അവനോട് പറയുന്നു. ഈ സമയത്താണ് വിജയുടെ അച്ഛൻ അവനിടാനുള്ള മുണ്ട് ഷർട്ടും കൊണ്ട് അവിടേക്ക് വരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയോ അമ്മ വിജയുടെ അച്ഛനോട് ചോദിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ ഭക്ഷണമെല്ലാം റെഡിയാവുമെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ നിന്റെ മോന് ഒരു ചായ കൂടി ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ വിജയുടെ അച്ഛനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ തന്നെയും കൂട്ടരും വിജയ് ചെറുക്കൻ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത്. വിജയ് നാണത്തോടെ അവർക്ക് എല്ലാവർക്കും കോഫി കൊണ്ട് കൊടുക്കുന്നു. ധന്യയ്ക്ക് കോഫി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർക്ക് മാത്രം പ്രത്യേകം തയ്യാറാക്കി ചായയും കൊടുക്കുന്നു. എല്ലാവർക്കും കോഫി കൊടുത്ത ശേഷം വിജയ് അച്ഛനടുത്ത് പോയി നിൽക്കുന്നത് കണ്ട് ഫോർമാലിറ്റീസ് കാണിക്കാതെ നിങ്ങളും കൂടെ വന്നിരിക്കാൻ ധന്യയുടെ അമ്മ അവരോട് പറയുന്നു. അതിനുശേഷം ധന്യയുടെ അമ്മയും വിജയുടെ അമ്മയും കൂടിയാണ് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. രണ്ടമ്മമാരും ചെറുക്കനെയും പെണ്ണിനെയും ഇഷ്ടപ്പെട്ടെന്ന് പരസ്പരം സംസാരിക്കുന്നു. കൂടാതെ ഞങ്ങൾക്കുള്ളത് ആകെ ഒരു മകനാണെന്നും ഞങ്ങളുടെ കാലശേഷം എല്ലാം അവനുള്ളതാണെന്നും വിജയുടെ അമ്മ ധന്യയുടെ വീട്ടുകാരോട് പറയുന്നു. അതിനു പുറമെ കല്യാണത്തിന് 50 പവൻ സ്വർണം തരാമെന്നും വിജയുടെ അമ്മ അവരോട് പറയുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ വിജയെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചാൽ മതിയെന്നും ധന്യയുടെ അമ്മ മറുപടി പറയുന്നു. വിജയുടെ അമ്മ വീണ്ടും ഇക്കാര്യത്തിൽ നിർബന്ധിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ ധന്യയുടെ അച്ഛൻ അവരോട് പറയുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് നിർബന്ധമുള്ളതെന്ന് ധന്യയുടെ അമ്മ ചെക്കൻ വീട്ടുകാരോട് പറയുന്നു. അതെന്താന്ന് വെച്ചാൽ ധന്യയ്ക്ക് ഇപ്പോൾ തന്നെ 1,00,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ വിജയ് കൂടി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് ധന്യയുടെ അമ്മ അവരോട് പറയുന്നത്. ഇത് കേട്ട് ധന്യ അമ്മയോട് എന്തിനാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ധന്യയുടെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങളുടെ മരുമകൻ ജോലിക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ലെന്ന് പറയുന്നു. വിജയുടെ അമ്മയും അതിനെ ശരിവെച്ച് സംസാരിക്കുന്നു. വിവാഹശേഷം കുടുംബവും കുട്ടികളെയും നോക്കുന്നതാണ് പ്രധാനമെന്നും അക്കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്നും വിജയുടെ അമ്മ അവരോട് പറയുന്നു. ഇതുകൂടി കേട്ടതോടെ വിജയ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. തനിക്ക് മാസം 60,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്നും അതുകൂടി ഉണ്ടെങ്കിൽ വീടിന് കുറച്ചുകൂടി നല്ലതല്ലേ എന്നും അവൻ അവരോട് ചോദിക്കുന്നു. വിജയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജോലിക്ക് പൊക്കോളാനും പക്ഷെ നാട്ടുകാരുടെ വായടപ്പിക്കാനായി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെങ്കിലും ജോലിക്ക് പോകാതിരുന്നൂടെ എന്നും ധന്യയുടെ അമ്മ അവനോട് ചോദിക്കുന്നു. വിജയ് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് വിജയുടെ അമ്മ മറുപടി പറയുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി താലം കൈമാറാമെന്ന് വിജയുടെ അമ്മ എല്ലാവരോടും പറയുന്നു. അങ്ങനെ താലം കൈമാറി ധന്യയുടെയും വിജയുടെയും വിവാഹം ഉറപ്പിക്കുന്നു. വിവാഹം ഉറപ്പിച്ചത് ധന്യയുടെ മുഖത്ത് സന്തോഷമാണെങ്കിലും വിജയുടെ ഉള്ളിൽ എന്തൊക്കെയോ പേടി വന്ന് നിറയുന്നു. നെക്സ്റ്റ് സീനിൽ ധന്യ വിജയുടെ കഴുത്തിൽ താലി കെട്ടുന്നതും വിജയ് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ധന്യയുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുന്നതും കാണിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയതും താൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് വിജയെ ഹാളിൽ നിർത്തി ധന്യ മുറിയിലേക്ക് പോകുന്നു. ആ വീട്ടിൽ കല്യാണത്തിന് വന്നവരുൾപ്പെടെ ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും വിജയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒന്ന് ഇരിക്കാൻ പോലും അവരാരും അവനോട് പറയുന്നില്ല. അങ്ങനെ ഏറെ നേരം എന്ത് ചെയ്യണമെന്നറിയാതെ വിജയ് തന്നെ നിൽപ്പ് തുടരുന്നു. നെക്സ്റ്റ് സീനിൽ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ് കാണിക്കുന്നത്. പാല് കുടിച്ച ശേഷം നമുക്ക് തുടങ്ങിയാലോ എന്ന് ധന്യ വിജയോട് ചോദിക്കുന്നു. വിജയുടെ മുഖത്ത് നിന്നും അവൻ കംഫർട്ടബിൾ അല്ലെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് നിനക്ക് ഓക്കെ ആവുന്ന സമയം നമുക്കിതൊക്കെ ചെയ്താൽ മതിയെന്ന് ധന്യ അവനോട് പറയുന്നു. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും വേഗം ഉറങ്ങിപ്പോകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ധന്യയുടെ അച്ഛൻ ആ വീട്ടിലെ ജോലികളെല്ലാം വിജയെ ഏൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്.
ധന്യയ്ക്ക് ലഞ്ച് കൊടുത്തു വിടുന്നതിനിടെ വിജയ് അവളെ ഡീന്ന് വിളിക്കുന്നത് കേട്ട് ഭാര്യ എടി പൊടിയെന്നൊന്നും വിളിക്കാൻ പാടില്ലെന്ന് അമ്മായച്ചൻ അവനോട് പറയുന്നു. മറ്റൊരു ദിവസം വിജയ് വെച്ച് കറിക്ക് എരിവ് കൂടിയതിന്റെ പേരിൽ അമ്മായിയമ്മ അവനെ വഴക്ക് പറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ താനും ധന്യയും കൂടെ സ്വന്തം വീട് വരെ ഒന്ന് പൊക്കോട്ടെ എന്ന് വിജയ് അമ്മായിയമ്മയോട് അനുവാദം ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ആഴ്ച നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച പൊക്കോളാൻ അമ്മായിയമ്മ അവനോട് പറയുന്നു. അതിനുശേഷം വിജയ് ഇക്കാര്യങ്ങളെല്ലാം ഫോണിലൂടെ അച്ഛനോട് സംസാരിക്കുമ്പോഴാണ് അമ്മായച്ചൻ അവനെ വിളിക്കുന്നത്. തനിക്ക് കുറച്ച് വെള്ളം തരാൻ അമ്മായച്ചൻ അവനോട് പറയുന്നു. വിജയ് നോക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്ന അമ്മായച്ചന്റെ തൊട്ടടുത്ത് തന്നെ ഗ്ലാസും ജഗ്ഗും കൂടാതെ ധന്യയുടെ അനിയനും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ചെറിയ കാര്യത്തിന് വരെ തന്നെ വിളിച്ചു വരുത്തി ഓർത്ത് അവന് ദേഷ്യം തോന്നുന്നു. അന്ന് രാത്രി വിജയ് ഈ കാര്യങ്ങളെല്ലാം ധന്യയോട് പറയുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് തന്നെ അമ്മായിപ്പനും മരുമോനും തമ്മിൽ പോര് തുടങ്ങിയെന്ന് ചോദിച്ച് ധന്യ അവനെ കളിയാക്കുന്നു. പിന്നീട് അങ്ങോട്ട് സ്ഥിരമായി വഴക്കും കുറ്റം പറച്ചിലും വിജയ്ക്ക് ധന്യയുടെ വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ധന്യ പുറത്തു പോയിട്ട് വരുമ്പോൾ അവളുടെ വീട്ടുകാർക്ക് മുമ്പിൽ വിജയ് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നതാണ് കാണുന്നത്. നീ കൂടി അറിഞ്ഞിട്ടാണോ വിജയ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് അച്ഛൻ ധന്യയോട് ചോദിക്കുന്നു. ഇങ്ങനെ പറയാനും മാത്രം ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ധന്യ തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് വിജയ് അവന്റെ താലിമാല ബാത്റൂമിന്റെ ഹാങ്ങറിൽ ഊരിയിട്ട കാര്യം അയാൾ ധന്യയോട് പറയുന്നത്. അത് ചിലപ്പോൾ കുളിക്കാൻ നേരം മറന്നു വെച്ചതായിരിക്കുമെന്ന് ധന്യ മറുപടി പറയുന്നു. താലിയുടെ മഹത്വം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ധന്യയുടെ അച്ഛൻ വിജയെ വഴക്ക് പറയുന്നു. വിജയ്ക്ക് ഒരു ജോലി പോലെ ശരിക്ക് ചെയ്യാൻ അറിയില്ലെന്നും ഞങ്ങൾ കണ്ടുപിടിച്ച മരുമകനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നും ധന്യയുടെ അച്ഛൻ അവളോട് പറയുന്നു. മാത്രമല്ല വിജയുടെ അച്ഛന്റെ വളർത്തുദോഷം കൊണ്ടാണ് അവൻ ഇങ്ങനെയായതെന്നും ധന്യയുടെ അച്ഛൻ പറയുന്നു. സ്വന്തം മാതാപിതാക്കളെ പറയുന്നത് കേട്ടതോടെ അതുവരെ മിണ്ടാതിരുന്ന വിജയും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. വെറുതെ തന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് വിജയ് അമ്മായിച്ചനോട് പറയുന്നു. പക്ഷെ അത് വകവയ്ക്കാതെ അമ്മായിച്ചൻ വീണ്ടും വിജയുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നു. തന്റെ പേരൻസിനെ കുറ്റം പറയരുതെന്ന് വിജയ് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. വിജയ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അച്ഛനോട് മര്യാദയില്ലാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ധന്യ അവനെ വഴക്ക് പറയുന്നു. പക്ഷെ ആദ്യം സ്വന്തം അച്ഛനോട് മിണ്ടായിരിക്കാൻ പറയാൻ വിജയ് ധന്യയോട് പറയുന്നു. ഇത് കേട്ടതും ധന്യ വിജയുടെ കണ്ണത്തടിക്കുന്നു. പെട്ടെന്ന് വിജയ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് താൻ ഇത്രയും നേരം സ്വപ്നം കാണുകയായിരുന്നെന്ന് അവന് മനസ്സിലാകുന്നത്. ഒപ്പം ധന്യ എന്തുകൊണ്ടാണ് കല്യാണം കുറച്ചുകൂടെ നീട്ടിവെക്കാൻ പറഞ്ഞതെന്നും അവന് മനസ്സിലാകുന്നു. ശേഷം എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചാണ് അവൻ ധന്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. ധന്യ വിജയ്ക്കും വീട്ടുകാർക്കും ചായ കൊടുത്ത ശേഷം അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നു. സ്വപ്നത്തിൽ വിജയുടെ അമ്മ അവനെക്കുറിച്ച് സംസാരിച്ചതുപോലെ യഥാർത്ഥത്തിൽ ധന്യയുടെ അച്ഛൻ അവളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. പക്ഷെ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് വിജയ് ഇടയ്ക്ക് കയറി ഞാനും ധന്യയും തമ്മിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. ഉടനെ രണ്ട് വീട്ടുകാരും ഞങ്ങൾക്ക് സമ്മതമാണെന്ന് മറുപടി പറയുന്നു. ഇത് കേട്ട ഉടനെ എനിക്ക് ആന്റിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് വിജയ് ധന്യയുടെ അമ്മയോട് പറയുന്നു. ഉടനെ ധന്യയുടെ അമ്മ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതിനുശേഷം എന്താണ് ചോദ്യമെന്ന് ധന്യയുടെ അമ്മ വിജയോട് ചോദിക്കുന്നു. ആന്റി സ്വന്തം മാതാപിതാക്കളെയും വീട്ടുകാരെയും എല്ലാം എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് വിജയ് അവരോട് ചോദിക്കുന്നു. താൻ അവരെല്ലാം ഒരുപാട് മിസ് ചെയ്യാറുണ്ടെന്നും ഓരോ തവണയും സ്വന്തം വീട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ അവധി കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ഫീലാണ് തോന്നാറുള്ളതെന്നും അവർ മറുപടി പറയുന്നു. അതിനുശേഷം വിജയ് ഇതേ ചോദ്യം തന്നെ അവന്റെ അമ്മയോട് ചോദിക്കുന്നു. അവനും ധന്യയുടെ അമ്മ പറയുന്ന അതേ മറുപടിയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന വിജയുടെ അച്ഛൻ ഞാൻ നിന്നെ റാണിയെപ്പോലെയല്ല നോക്കുന്നത് പിന്നെന്താ എന്ന് ഭാര്യയോട് ചോദിക്കുന്നു. അതിന് അമ്മയുടെ വീട്ടിൽ അമ്മ റാണിയെപ്പോലെയല്ല റാണി തന്നെയാണെന്ന് വിജയ് മറുപടി പറയുന്നു. ഞങ്ങളുടെ വിവാഹശേഷം ധന്യയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും വിജയ് എല്ലാവരോടും പറയുന്നു. ഞങ്ങളുടെ വിവാഹശേഷം ഒന്നുകിൽ രണ്ട് വീട്ടുകാരും ഒരു വീട്ടിലേക്ക് താമസം മാറ്റാമെന്നും അല്ലെങ്കിൽ ഓരോ മാസവും രണ്ട് വീടുകളിലായി മാറി മാറി നിൽക്കാമെന്നും വിജയ് പറയുന്നു. നിനക്കിതിന് സമ്മതമാണോ എന്നും വിജയ് ധന്യയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്നതോടെ ധന്യ വളരെയധികം സന്തോഷത്തോടെ തനിക്ക് സമ്മതമാണെന്ന് പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന വിജയുടെ ചേട്ടൻ ഇതൊക്കെ പണ്ടുമുതലേ ഉള്ള ആചാരങ്ങളല്ലേ, പിന്നെന്തിനാ ഇതൊക്കെ മാറ്റുന്നതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ പണ്ടുള്ള പുരുഷന്മാർ അവരുടെ സ്വാർത്ഥത കൊണ്ടുണ്ടാക്കിയ ആചാരങ്ങളാണെന്ന് വിജയ് മറുപടി പറയുന്നു. കല്യാണം എന്ന പേരിൽ ഒരു പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മുതൽ അവളുടെ കടിഞ്ഞാൻ ചെറുക്കന്റെ കയ്യിലാണെന്നും സ്വന്തം വീട്ടിലേക്ക് പോകാൻ വരെ ഭർത്താവിനോട് പെർമിഷൻ വാങ്ങേണ്ട അവസ്ഥയാണെന്നും വിജയ് അവരോട് പറയുന്നു. തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് ഞാനൊരു പുതിയ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണെന്നും വിജയ് പറയുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങളും തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സ്റ്റോറി അവസാനിക്കുന്നു. ഈ സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ പ്രൊഡ്യൂസർക്ക് തന്റെ ഭാര്യയോട് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ഒരു നിമിഷമെന്ന് പറഞ്ഞ് അയാൾ അല്പം മാറി നിന്ന് ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുന്നു. മകളെയും കൂട്ടി താൻ ഓഡീഷന് പൊക്കോളാമെന്നും നീ അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് പൊക്കോളാനും അയാൾ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം പ്രദീപ് എന്നൊരു കോണ്ടാക്റ്റിലേക്ക് നാളത്തെ പ്ലാൻ മാറ്റിയെന്നും സിനിമയ്ക്ക് മറ്റന്നാൾ പോകാൻ പ്രിയ എന്നും പ്രൊഡ്യൂസർ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ഈ കഥ തനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രൊഡ്യൂസർ ആ ചെറുപ്പക്കാരനോട് പറയുന്നു. പക്ഷേ ഈ കഥ വളരെ ചെറുതല്ലേ എന്നും പ്രൊഡ്യൂസർ അവനോട് ചോദിക്കുന്നു. തന്റെ പക്കൽ ഇതുപോലെ 3 കഥ കൂടിയുണ്ടെന്നും അതിൽ നിന്ന് സാറിന് ഇഷ്ടപ്പെടുന്ന കഥ ഡെവലപ്പ് ചെയ്ത് ഒരു സിനിമയാക്കാമെന്നും ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു. അപ്പോഴാണ് പ്രദീപ് എന്ന കോണ്ടാക്റ്റിൽ നിന്നും പ്രൊഡ്യൂസറിന്റെ കോൾ വരുന്നത്. കോൾ എടുത്തതും സിനിമയ്ക്ക് പോകുന്ന പ്ലാൻ മാറ്റിയതിന് കാമുകി പ്രിയ പ്രൊഡ്യൂസറിനെ വഴക്ക് പറയുന്നു. അല്പം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ കോള് കട്ട് ചെയ്യുന്നു. ശേഷം അടുത്ത കഥ പറയാൻ പ്രൊഡ്യൂസർ ആ ചെറുപ്പക്കാരനോട് പറയുന്നു. അടുത്തതായി ഗോൾഡൻ റൂൾസ് എന്ന കഥയാണ് കാണിക്കുന്നത്.
മൂവിയുടെ തുടക്കത്തിൽ നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് തനിക്ക് സമ്മതമില്ലെന്ന് ദീപ്തി അവളുടെ പേരൻസിനോട് പറയുന്നു. ഇപ്പൊ ഇങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് പേരൻസ് ചോദിക്കുമ്പോൾ താൻ ഒരു ലെസ്ബിയൻ ആണെന്നും താൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാണെന്നും അവൾ അവരോട് പറയുന്നു. ഇത് കേട്ടതും എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്താനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പേരൻസ് ദീപ്തിയോട് ചോദിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനും അവൾ നേരത്തെ രജിസ്റ്റർഡ് മാരേജ് ചെയ്തതെന്ന് ദീപ്തി മറുപടി പറയുന്നു. ഇതുകൂടി കേൾക്കുന്നതോടെ കൺട്രോൾ പോയി അമ്മ ദീപ്തിയെ അടിക്കാനും വഴക്കു പറയാനും തുടങ്ങുന്നു. ഒരു ചെറുക്കനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നെന്നും ഇതിപ്പോൾ എങ്ങനെയാണ് ചെറുക്കൻ വീട്ടുകാരോട് പറയുകയെന്നും ദീപ്തിയുടെ അമ്മ അവളോട് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു പയ്യനെയാണ് പ്രേമിക്കുന്നതെന്ന് അവൾ മറുപടി പറയുന്നു. നിങ്ങളുടെ സന്തോഷം കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞതെന്നും അതുപോലെ തിരിച്ച് എന്റെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നും ദീപ്തി പേരൻസിനോട് പറയുന്നു. ദീപ്തിയുടെ ഈ ഡയലോഗിൽ പേരൻസ് വിവാഹത്തിന് സമ്മതിക്കുന്നു. ശേഷം അവൾ ഈ കാര്യങ്ങളൊക്കെ കാമുകൻ സിദ്ധാർത്ഥനെ വിളിച്ചറിയിക്കുന്നു. ആദ്യമേ പയ്യനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആദ്യം ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് സത്യം പറഞ്ഞതെന്നും അവൾ സിദ്ധാർത്ഥനോട് പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ അതിനേക്കാൾ ഭേദം ഇതാണെന്ന് തോന്നുമെന്നും അവൾ അവനോട് പറയുന്നു. ഇനിയിപ്പോൾ കല്യാണ ചെറുക്കനെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ദീപ്തി സിദ്ധാർത്ഥനോട് പറയുന്നു. അങ്ങനെ ദീപ്തിക്ക് കല്യാണം ഉറപ്പിച്ചിരുന്ന ചെറുക്കനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം സിദ്ധാർത്ഥ ദീപ്തിയെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. സിദ്ധാർത്ഥന്റെ പേരൻസ് ദീപ്തിയെ പരിചയപ്പെടുന്നതിന്റെ ഇടയിൽ അവളുടെ പേരൻസിനെ കുറിച്ച് തിരക്കുന്നു. അച്ഛന്റെ പേര് രാമമൂർത്തി എന്നാണെന്നും അമ്മയുടെ പേര് ഭാഗ്യലക്ഷ്മി എന്നാണെന്നും ദീപ്തി പറയുന്നത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥന്റെ പേരൻസ് എന്തോ സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കുന്നു. ശേഷം സിദ്ധാർത്ഥന്റെ അമ്മ ഈ കല്യാണാലോചനയുടെ കാര്യം മോളുടെ അമ്മ വീട്ടുകാർക്ക് അറിയാമോ എന്ന് ദീപ്തിയോട് ചോദിക്കുന്നു. തന്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നെന്നും അതുകൊണ്ട് അമ്മ വീട്ടുകാരുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലെന്നും ദീപ്തി മറുപടി പറയുന്നു. ഇതുകൂടി കേൾക്കുന്നതോടെ സിദ്ധാർത്ഥന്റെ അമ്മ അകത്തേക്ക് പോയി പഴയ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് ഇതല്ല ദീപ്തിയുടെ പേരൻസ് എന്ന് അവളോട് തിരക്കുന്നു. ദീപ്തി അതേന്ന് മറുപടി പറയുമ്പോൾ ദീപ്തിയുടെ അമ്മ തന്റെ അനിയത്തിയാണെന്നും ചെറുപ്പത്തിലെ ഒളിച്ചോടിപ്പോയതുകൊണ്ട് രണ്ട് വീട്ടുകാരും തമ്മിൽ കോണ്ടാക്ട് ഇല്ലെന്നും സിദ്ധാർത്ഥന്റെ അമ്മ അവരോട് പറയുന്നു. ആ സ്ഥിതിക്ക് ദീപ്തി സിദ്ധാർത്ഥ സഹോദരങ്ങളാണെന്നും നിങ്ങൾ പ്രേമിച്ചത് തന്നെ തെറ്റാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ അവരോട് പറയുന്നു. ഇതുകൂടി കേൾക്കുന്നതോടെ ആകെ വിഷമിച്ചാണ് ദീപ്തി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഉള്ളിലുള്ള പ്രണയം മറന്ന് ജീവിക്കാൻ ദീപ്തിക്ക് സിദ്ധാർത്ഥനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇരുവരും വീഡിയോ കോൾ ചെയ്ത് ഒരേ സമയം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതോടെ ആ സീൻ കട്ടാവുന്നു. പ്രണയിച്ചതിന്റെ പേരിൽ അവരിനി ജീവിക്കണോ മരിക്കണോ എന്ന് ഓഡിയൻസിനോട് ചോദിച്ച് നമുക്ക് ഈ മൂവി അവസാനിപ്പിക്കാമെന്ന് ചെറുപ്പക്കാരൻ പ്രൊഡ്യൂസറിനോട് പറയുന്നു. ഇത് കേട്ടതും പ്രൊഡ്യൂസർക്ക് അയാളുടെ മൂത്ത മകൾ ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. മൂവിയുടെ ക്ലൈമാക്സിൽ അവർ സൂയിസൈഡ് ചെയ്യുകയാണെന്ന് കേട്ടതും അയാളാകെ ടെൻഷനായി ഞാനൊന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്താണ് ചെറുപ്പക്കാരന് അവന്റെ കാമുകി മധുമിത മെസ്സേജ് അയക്കുന്നത്. അവൻ ഉടൻ തന്നെ അവളെ തിരിച്ചു കോൾ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ എന്തായെന്ന് മധുമിത അവനോട് ചോദിക്കുന്നു. ഇപ്പോഴാണ് ഗോൾഡൻ റൂൾസ് എന്ന കഥ പറഞ്ഞു തീർന്നതെന്ന് അവൻ അവളോട് പറയുന്നു. അയ്യോ, ആ കഥ എന്തിനാ ഇപ്പൊ പറയാൻ പോയെന്ന് മധുമിത അവനോട് തിരിച്ചു ചോദിക്കുന്നു. എന്നാലല്ലേ അതിനേക്കാൾ ഭേദം ഇതാണെന്ന് തോന്നുമെന്ന് ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു. ഇതേ സമയം തന്നെ പ്രൊഡ്യൂസറിന്റെ ടേബിളിൽ അയാളും മധുമിതയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോഴാണ് പ്രൊഡ്യൂസറിന്റെ മൂത്ത മകളെയാണ് അവൻ പ്രേമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നീ ഒരു മുസ്ലിം ആയതിനേക്കാളും നിന്റെ ജോലിയായിരിക്കും അച്ഛന്റെ പ്രശ്നമെന്നും അതുകൊണ്ട് എങ്ങനെയല്ലോ അച്ഛനെ കൺവിൻസ് ചെയ്ത് ഒരു ചാൻസ് വാങ്ങിക്കാനും മധുമിത അവനോട് പറയുന്നു. ഈ സമയം തന്നെ പ്രൊഡ്യൂസർ അവിടേക്ക് വരുന്നത് കണ്ട് അവൻ കോള് കട്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കഥ ഏതാണെന്ന് പ്രൊഡ്യൂസർ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു. അങ്ങനെ അവൻ തന്റെ മൂന്നാമത്തെ കഥ പറയാൻ തുടങ്ങുന്നു. കഥയുടെ തുടക്കത്തിൽ ഒരു ചാനൽ റിപ്പോർട്ടറായ അനിതയാണ് കാണിക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചുള്ള പുതിയ ഡോക്യുമെന്ററി എന്തായെന്ന് ചാനൽ ഹെഡ് അവളോട് ചോദിക്കുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നെന്നും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ട്രാൻസ്വുമനെ വൈകിട്ട് മീറ്റ് ചെയ്യാനുണ്ടെന്നും അവൾ മറുപടി പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള നിന്റെ പ്രൊമോഷൻ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായെന്നും അദ്ദേഹം അവളോട് ചോദിക്കുന്നു. തന്റെ ബോയ് ഫ്രണ്ട് ഇവിടെയാണെന്നും അതുകൊണ്ട് ഞാൻ ആ ട്രാൻസ്ഫർ വേണ്ടെന്ന് വെച്ചെന്നും അനിത മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ അനിതയുടെ ബോയ് ഫ്രണ്ട് വെട്രിയെ കാണിക്കുന്നു. കമ്പനി വാഷ്റൂമിൽ വെച്ച് മാസ്റ്റർബേഷൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന വെട്രിയെ കൊളീഗ്സ് എല്ലാവരും ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കുന്നു. അവ സീറ്റിലിരിക്കുന്നതിന് മുമ്പേ HR പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് ഒരു ലേഡി അവനോട് പറയുന്നു. കഴിഞ്ഞ ദിവസം റിനോവേഷന്റെ ഭാഗമായി CCTV ക്യാമറ റെസ്റ്റ് റൂമിൽ ഫിക്സ് ചെയ്തിരുന്നു. അക്കാരണം കൊണ്ട് റെസ്റ്റ് റൂം യൂസ് ചെയ്യരുതെന്ന് സ്റ്റാഫിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. നീ അത് അറിഞ്ഞില്ലേ എന്ന് HR വെട്രിയോട് ചോദിക്കുന്നു. അവൻ ഇല്ലെന്ന മട്ടേ തലയാട്ടുന്നു. വെട്രി മാസ്റ്റർബേഷൻ ചെയ്യുന്ന വീഡിയോ ഓഫീസിൽ മുഴുവൻ ലീക്ക് ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇനി മുതൽ നീ ജോലിക്ക് വരണ്ടെന്നും HR അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ വെട്രി ഇക്കാര്യം അനിതയോട് പറയുന്നതാണ് കാണിക്കുന്നത്. ഓഫീസിലെ വർക്ക് പ്രഷർ കാരണം ജോലി റിസൈൻ ചെയ്യുന്നതാണ് അവൻ അവളോട് പറയുന്നത്. ഇതിന്റെ പേര് മാനേജ്മെന്റുമായി വഴക്കിട്ടതുകൊണ്ട് നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെയാണ് റിസൈൻ ചെയ്തതെന്നും വെട്രി അവളോട് പറയുന്നു.
തനിക്കും വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടെന്നും അതുകൊണ്ട് എത്രയും വേഗം നീ ഒരു ജോലി കണ്ടുപിടിക്കണമെന്നും അനിത അവനോട് പറയുന്നു. ഒരു പക്ഷെ വീട്ടിൽ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് അനിത വെട്രിയോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും കോളേജ് മുതൽ നീയാണ് എന്റെ ഭാര്യയെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണെന്നും വെട്രി മറുപടി പറയുന്നു. ആ സീൻ കട്ടായി പിന്നീട് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതുവരെയും ജോലിയൊന്നും ശരിയാവാത്ത കാര്യം വെട്രി അനിതയോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. EMI മറ്റ് ചെലവുകളും ഉള്ളതുകൊണ്ട് ഉടനെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ആകെ പണിയാകുമെന്ന് വെട്രി അവളോട് പറയുന്നു. എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം തന്നോട് പറഞ്ഞാൽ മതിയെന്ന് അനിത മറുപടി പറയുന്നു. കോള് കട്ട് ചെയ്ത് വെട്രി ബീച്ചിലിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് അവന്റെ അടുത്തിരിക്കുന്നത്. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്ന് അയാൾ വെട്രിയോട് ചോദിക്കുന്നു. അങ്ങനെ പരസ്പരം സംസാരിക്കുന്നതിന്റെ ഇടയിൽ താൻ IT ഫീൽഡിലുള്ളതാണെന്നും നിലവിൽ ജോലി അന്വേഷിക്കുകയാണെന്നും വെട്രി അയാളോട് പറയുന്നു. ഇത് കേട്ടതും തന്റെ ഫ്രണ്ട് ഒരു IT കമ്പനിയിൽ HR ആണെന്നും വേണമെങ്കിൽ വെട്രിയെ റെക്കമെൻഡ് ചെയ്യാമെന്നും അയാൾ അവനോട് പറയുന്നു. ഇത് കേട്ടതും വെട്രി അയാൾക്ക് നന്ദി പറഞ്ഞ് അവന്റെ മൊബൈൽ നമ്പറും അയാൾക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ വെട്രിയുടെ വീടാണ് കാണിക്കുന്നത്. വെട്രിയുടെ ജോലി കൂടി പോയതോടെ അവരുടെ വീട്ടിലെ സ്ഥിതി ആകെ മോശമാകുന്നു. നിനക്ക് ഇനി എന്നാ ഒരു ജോലി ശരിയാകുന്നതെന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. സാമ്പത്തിക പ്രശ്നത്തിനെ കുറിച്ചുള്ള സംസാരിച്ച് അമ്മ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് വെട്രിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കോൾ എടുത്തതും തന്റെ പേര് ജെമിനി എന്നാണെന്നും നമ്മളന്ന് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നുവെന്നും മറുവശത്തുള്ളയാൾ വെട്രിയോട് പറയുന്നു. ഇത് കേട്ടതും ആ ഓർമ്മയുണ്ട് ചേട്ടാ, എന്താണ് കാര്യമെന്ന് വെട്രി തിരക്കുന്നു. നിന്റെ ജോലിയുടെ കാര്യം ഫ്രണ്ടിനോട് സംസാരിച്ചെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് വിവരം അറിയാൻ കഴിയുമെന്നും ജെമിനി വെട്രിയോട് പറയുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ജെമിനി വെട്രിയോട് ചോദിക്കുന്നു. തന്റെ അറിവിലുള്ള 45 വയസ്സായ ഒരു ലേഡിക്ക് 20-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നും അങ്ങനെ ആരെങ്കിലും നിന്റെ അറിവിലുണ്ടോ എന്നും ജെമിനി ചോദിക്കുന്നു. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ് ജെമിനി ചോദിക്കുന്നത്. ഇത് കേട്ടതും തനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് വെട്രി മറുപടി പറയുന്നു. ആളെ കിട്ടിയാൽ 1 മണിക്കൂറിനുള്ളിൽ പറയണമെന്നും ജെമിനി അവനോട് പറയുന്നു. കോള് കട്ട് ചെയ്ത ശേഷം പൊതുവെ സെക്സിനോട് അമിത താല്പര്യമുള്ള വെട്രി ജെമിനി പറഞ്ഞതിനെ കുറിച്ച് വിശദമായി ആലോചിക്കുന്നു. അല്പസമയം കഴിഞ്ഞതും ആളുണ്ടോ എന്ന് ചോദിച്ച് ജെമിനി വീണ്ടും കോൾ ചെയ്യുന്നു. കോൾ എടുത്തതും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്ന് വെട്രി അയാളോട് ചോദിക്കുന്നു. പ്രശ്നമൊന്നും ഉണ്ടായില്ല, എല്ലാം സേഫ് ആണെന്ന് ജെമിനി മറുപടി പറയുന്നു. ശേഷം ആളാരാണെന്ന് ജെമിനി ചോദിക്കുമ്പോൾ താൻ തന്നെയാണെന്ന് വെട്രി മറുപടി പറയുന്നു. ഇത് കേട്ടതും ജെമിനി അവന് പോകേണ്ട അഡ്രസ്സും പാലിക്കേണ്ട നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. കുളിച്ച് പല്ല് തേച്ച് വൃത്തിയായിരിക്കണമെന്നും യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്നും പ്രധാനമായിട്ടും കോണ്ടം യൂസ് ചെയ്യണമെന്നും ജെമിനി അവനോട് പറയുന്നു. ജെമിനി പറഞ്ഞ പോലെ കുളിച്ച് വൃത്തിയായി വെട്രി ആ ലേഡിയെ മീറ്റ് ചെയ്യാനായി പോകുന്നു. വെട്രിയെ കണ്ടതും ഒന്നുകൂടി കുളിച്ചിട്ട് വരാൻ ആ ലേഡി അവനോട് പറയുന്നു. ശേഷം കുളിച്ചിട്ട് വരുന്ന വെട്രിയോട് നീ ഇതിൽ ആദ്യമായിട്ടാണോ എന്ന് ആ ലേഡി ചോദിക്കുന്നു. മുൻപ് 1-2 പേരുമായി സെക്സ് ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമാണെന്നും അവൻ മറുപടി പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ എന്ന് ആ ലേഡി അവനോട് ചോദിക്കുന്നു. ശേഷം വെട്രി ഇതൊരു തൊഴിലായി ഏറ്റെടുക്കുകയും ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്യുന്നത് കാണിക്കുന്നു. അവൻ ഈ കാര്യങ്ങളൊക്കെയും സുഹൃത്തായ പ്രസാദിനോടും പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ഇപ്പോൾ ജീവിതമൊക്കെ അടിച്ചു പൊളിക്കാലോ എന്ന് പ്രസാദ് അവനോട് ചോദിക്കുന്നു. മറുഭാഗത്ത് മെയിൽ സെക്സ് വർക്കേഴ്സിനെ കുറിച്ച് കൂടി ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണമെന്ന് MD അനിതയോട് പറയുന്നു. ഈ സമയം വെട്രി അവൻ സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു ഐഫോൺ വാങ്ങി അനിതയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഇതിനൊക്കെ പൈസ എവിടുന്നാന്ന് അനിത ചോദിക്കുമ്പോൾ താൻ ഫ്രണ്ടിന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയെന്ന് അവൻ മറുപടി പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജെമിനി വെട്രിയെ വിളിച്ച് റൂം നമ്പർ 157 ഒരു കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു വിടുന്നു. റൂമിന് പുറത്തു നിന്ന് തട്ടിയിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് വെട്രി വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. പക്ഷെ അവിടെ സ്വന്തം അമ്മ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതാണ് അവൻ കാണുന്നത്. കസ്റ്റമറിന്റെ സ്ഥാനത്ത് അമ്മയെ കാണുന്നതോടെ അവൻ ആകെ ഷോക്കാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വട്ടുപിടിച്ച അവസ്ഥയിൽ അവൻ അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം റൂം നമ്പർ 157 കസ്റ്റമർ ജെമിനിയെ വിളിച്ച് എന്താണ് ഇതുവരെ ആള് വരാത്തതെന്ന് ചോദിക്കുന്നു. മറുഭാഗത്ത് റൂം നമ്പർ 187 വെട്രിയുടെ അമ്മയും കൂട്ടുകാരെയും കാണിക്കുന്നു. വാതിൽ തുറന്നിട്ട് ഇതെന്തൊരു ഉറക്കമാണെന്ന് കൂട്ടുകാരികൾ വെട്രിയുടെ അമ്മയോട് ചോദിക്കുന്നു. മറുഭാഗത്ത് വെട്രി വീട്ടിൽ വന്ന് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ തിരുപ്പതി അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് അച്ഛൻ മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ 157 കസ്റ്റമർ ജെമിനിയെ വിളിച്ച് തന്റെ ആഭരണങ്ങൾ മോഷണം പോയെന്നും നീ അയച്ച ആളായിരിക്കും അത് എടുത്തതെന്നും പറയുന്നു. ഇത് കേട്ടതും അവൻ അത്തരത്തിലുള്ള ആളല്ലെന്നും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ജെമിനി കോള് കട്ട് ചെയ്യുന്നു. ശേഷം അയാൾ വെട്രിയെ വിളിച്ച് നോക്കുന്നെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല. അന്ന് രാത്രി സ്വസ്ഥതയില്ലാതെ കിടന്നുറങ്ങുന്ന വെട്രിയെ രാവിലെ അമ്മയാണ് വിളിച്ചുണർത്തുന്നത്. ഈ സമയം തന്നെ ജെമിനി കോൾ ചെയ്ത് നീയാണോ ആഭരണം മോഷ്ടിച്ചതെന്ന് വെട്രിയോട് ചോദിക്കുന്നു. അവൻ ഈ സമയം ആകെ ദേഷ്യത്തിലായതിനാൽ അയാളെ തെറി പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ശേഷം ഹാളിലേക്ക് പോകുമ്പോൾ അവൻ അവിടെ അമ്മയെ കാണുന്നു. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണെന്നും അതുകൊണ്ട് ഞാൻ തന്നെ വാരിത്തരാമെന്നും പറഞ്ഞ് അമ്മ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം വെട്രി തട്ടിക്കളയുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് അമ്മ വഴക്ക് പറയുന്നെങ്കിലും അവൻ മറുപടി പറയുന്നില്ല. ഈ സമയം തന്നെ അമ്മയുടെ ഫോണിലേക്ക് കോള് വരികയും അവർ അത് അറ്റൻഡ് ചെയ്ത് ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് വെട്രി ദേഷ്യത്തോടെ എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയോട് ചോദിക്കുന്നു. അമ്പലത്തിൽ പോവുകയാണെന്ന് മറുപടി പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് വെട്രി അമ്മയുടെ കൂടെ പോകുന്നു.
ഈ സമയം വെട്രിയെ പുറത്തു വെച്ച് കണ്ട ജെമിനിയുടെ സഹായി അക്കാര്യം അയാളെ വിളിച്ചു പറയുന്നു. ലൊക്കേഷൻ മനസ്സിലാക്കിയ ശേഷം ജെമിനി വെട്രിയെ കാണാനായി അവിടേക്ക് പോകുന്നു. മറുഭാഗത്ത് പോകുന്ന വഴി വണ്ടി നിർത്തി വെട്രി അമ്മയോട് സംസാരിക്കുന്നു. അമ്പലത്തിലേക്കെന്ന് കള്ളം പറഞ്ഞ് അമ്മ ഇന്നലെ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായെന്ന് അവൻ അമ്മയോട് പറയുന്നു. ഇതിന്റെ പേരിൽ അവൻ അമ്മയെ വഴക്കു പറയുമ്പോൾ നിന്റെ അച്ഛൻ എന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് അവർ മറുപടി പറയുന്നു. ഈ സമയത്താണ് ജെമിനി അവിടേക്ക് വരുന്നത്. ജെമിനിയെ കണ്ടതും വെട്രി അയാളെയും കൊണ്ട് അല്പം മാറി നിന്ന് സംസാരിക്കുന്നു. തലേദിവസത്തെ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് നീ എന്തിനാണ് മോഷ്ടിച്ചതെന്ന് ജെമിനി അവനോട് ചോദിക്കുന്നു. ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് വെട്രി പറയുമ്പോൾ പിന്നെ എന്തിനാണ് നീ ഞാൻ വിളിച്ച കോൾ എടുക്കാഞ്ഞതെന്ന് ജെമിനി തിരിച്ചു ചോദിക്കുന്നു. തലേദിവസത്തെ കസ്റ്റമർ എന്റെ അമ്മയായിരുന്നെന്നും അമ്മയെ കണ്ട് ഷോക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും വെട്രി മറുപടി പറയുന്നു. ഈ സമയം വെട്രി അവന്റെ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ സാധനങ്ങൾ വല്ലതും മോഷണം പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് അമ്മ മറുപടി പറയുന്നു. ഇക്കാര്യം അവൻ ജെമിനിയോട് പറയുന്നു. അപ്പോഴാണ് 157 പകരം 187 റൂമിലാണ് വെട്രി പോയതെന്ന് ജെമിനിക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല വെട്രിയുടെ അമ്മ കള്ളം പറഞ്ഞ് ഹോട്ടലിൽ പോയത് ഫ്രണ്ട്സിന്റെ കൂടെ ഗെറ്റ് ടുഗദറിനാണെന്നും അവന് മനസ്സിലാകുന്നു. ഇതേ സമയം തന്നെ ജെമിനിയുടെ ഫോണിലേക്ക് യഥാർത്ഥ കസ്റ്റമർ വിളിച്ച് തന്റെ ആഭരണം മോഷ്ടിച്ചത് റൂം ബോയ് ആണെന്ന് പറയുന്നു. ഇത് കേട്ടതും വെട്രിയെ തെറ്റിദ്ധരിച്ചതിൽ ജെമിനി അവനോട് മാപ്പ് പറയുന്നു. അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരാളെ പരിചയപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞ് ജെമിനി അയാളുടെ വണ്ടിയിലിരിക്കുന്ന അനിതയെ പുറത്തേക്ക് വിളിക്കുന്നത്. അനിതയെ കണ്ടതും വെട്രിയാകു ഷോക്കാവുന്നു. മെയിൽ സെക്സ് വർക്കറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ജെമിനി അനിതയും കൊണ്ട് അവിടേക്ക് വന്നത്. താൻ കാണാൻ വന്ന മെയിൽ സെക്സ് വർക്കർ വെട്രിയാണെന്ന് അറിയുന്നതോടെ അനിതയെ ആകെ ഷോക്കാവുന്നു. നെക്സ്റ്റ് സീനിൽ വെട്രി അനിതയെ വന്ന് മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തന്നെ ചതിച്ചതിന് അനിത അവനെ വഴക്ക് പറയുന്നു. പക്ഷെ അവരോടൊക്കെ തനിക്കുള്ളത് ലെസ്റ്റ് ആണെന്നും താൻ ഇപ്പോഴും അനിതയെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെന്നും വെട്രി അവളോട് പറയുന്നു. ലവും ലെസ്റ്റും വേറെ വേറെയാണെന്നും വെട്രി അനിതയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് അല്പം ആലോചിച്ച ശേഷം അനിത തന്റെ തീരുമാനം വെട്രിയെ അറിയിക്കുന്നു. ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നും പക്ഷെ ലെസ്റ്റിന് വേണ്ടി നിന്റെ ഫ്രണ്ട് പ്രസാദിന്റെ കൂടെ എനിക്ക് സെക്സ് ചെയ്യണമെന്നും അവൾ വെട്രിയോട് പറയുന്നു. ഇതിന് നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് റിലേഷൻ തുടരാമെന്നും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാമെന്നും അനിത അവനോട് പറയുന്നു. അങ്ങനെ മറ്റു വഴിയില്ലാതെ അന്ന് രാത്രി വെട്രി പ്രസാദിനെയും കൂട്ടി അനിത താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്നത് വരെ വെട്രി ഇക്കാര്യങ്ങളൊന്നും പ്രസാദിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ പ്രസാദ് ഇതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും വെട്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ അനിത പ്രസാദിനെ സെക്സ് ചെയ്യാനായി നിർബന്ധിക്കുന്നു. അവസാനം സഹിക്ക വയ്യാതെ വെട്രി അനിതയെ പിടിച്ചു മാറ്റി തനിക്കിതിന് കഴിയില്ലെന്ന് പറയുന്നു. വെട്രി പറയുന്നത് പോലെ ഒരു പുരുഷൻ ലെസ്റ്റിന് വേണ്ടി പല സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ പങ്കാളിയെയും അതിന് അനുവദിക്കണമെന്ന് അനിത അവനോട് പറയുന്നു. പുരുഷന് മാത്രം പരസ്ത്രീ ബന്ധം വേണമെന്നും എന്നാൽ ഭാര്യ അവനെ മാത്രം സ്നേഹിച്ചു കഴിയണമെന്നും പറയുന്നത് എന്ത് ന്യായമാണെന്ന് അനിത അവനോട് ചോദിക്കുന്നു. ഇനി മുതൽ നമ്മുടെ ബന്ധം ഓപ്പൺ റിലേഷൻഷിപ്പ് ആണോ, കമ്മിറ്റഡ് ആണോ, അതോ ബ്രേക്കപ്പ് ആണോ എന്നത് നിന്റെ തീരുമാനമാണെന്നും അവൾ വെട്രിയോട് പറയുന്നു. ഈ കഥ കൂടി കേൾക്കുന്നതോടെ എല്ലാ കഥകളും തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് പ്രൊഡ്യൂസറിന് തോന്നുന്നു. ഈ കഥയും കൊള്ളാമെന്നും എങ്കിലും അടുത്ത കഥയും കൂടി പറയാൻ പ്രൊഡ്യൂസർ ചെറുപ്പക്കാരനോട് പറയുന്നു. അങ്ങനെ അവൻ തന്റെ 4ാമത്തെ കഥയായ ഫെയിം ഗെയിമിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. കഥയുടെ തുടക്കത്തിൽ ഏഴുമലയും ഭാര്യ ലക്ഷ്മിയും കൂടെ ബോധരഹിതയായ മകളെയും കൊണ്ട് ആശുപത്രിയിൽ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ കുട്ടിയെ ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പിന്നീട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഭാര്യ ലക്ഷ്മിയും മകൾ രക്ഷിതയും മകൻ ആനന്ദും അടങ്ങിയതാണ് ഓട്ടോ ഡ്രൈവറായ ഏഴുമലയുടെ കുടുംബം. 2 മക്കളുടെ അഭിനയത്തിലുള്ള കഴിവ് മനസ്സിലാക്കി ഏഴുമല അവരെയും കൊണ്ട് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായി പോകുന്നു. മിടുക്കരായതുകൊണ്ട് തന്നെ 2 പേർക്കും ആ ഷോയിൽ സെലക്ഷൻ ലഭിക്കുന്നു. നെക്സ്റ്റ് സീനിൽ വീണ്ടും പ്രസന്റിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. രക്ഷിതയെ നോക്കിയ ശേഷം ഡോക്ടേഴ്സ് പേരൻസിനോട് എന്തൊക്കെയോ പറയുന്നതും അവരാകെ ഷോക്കായി വാവിട്ട് കരയുന്നതും കാണിക്കുന്നു. ശേഷം വീണ്ടും ഫ്ലാഷ് ബാക്കിൽ രക്ഷിതയെ ആനന്ദ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതും അതുവഴി അവർക്ക് പണവും പ്രശസ്തിയും കിട്ടുന്നതും കാണിക്കുന്നു. വരുമാനം കിട്ടാൻ തുടങ്ങിയതിലൂടെ അവർ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് സീൻ കട്ടായി പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ ഏഴുമലയോട് വന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നു. രക്ഷിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നും ഒപ്പം മറ്റെന്തോ കാര്യം കൂടിയും അയാൾ അവരോട് പറയുന്നു. ഇൻസ്പെക്ടർ പറയുന്ന കാര്യം കേട്ട് ഏഴുമലയിൽ ലക്ഷ്മി ഷോക്കാവുന്നു. നെക്സ്റ്റ് സീനിൽ രക്ഷിതയുടെ സംസ്കാര ചടങ്ങുകളാണ് കാണിക്കുന്നത്. ചിത കത്തിച്ച ശേഷം ഏഴുമല ലക്ഷ്മിയോട് ഇന്നലെ ഷോയുടെ ഫിനാലെ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. അവൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചുവെന്ന് ലക്ഷ്മി അവനോട് ചോദിക്കുന്നു. നമ്മുടെ മോനെ ഇന്ന് തന്നെയല്ലേ ഫൈനൽ, നമ്മളായിട്ട് അവന്റെ അവസരം കൂടി ഇല്ലാതാക്കണ്ട, അതുകൊണ്ട് നീ വേഗം പോകാൻ റെഡിയാവാൻ ഏഴുമല അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആ റിയാലിറ്റി ഷോയാണ് കാണിക്കുന്നത്. പ്രോഗ്രാമിന്റെ ഇടയിൽ അവതാരിക രക്ഷിതയുടെ മരണത്തെക്കുറിച്ചും അവളുടെ കുടുംബത്തിന് ചാനൽ 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പണം കൈമാറാനായി രക്ഷിതയുടെ പേരൻസിനെ വിളിക്കുമ്പോൾ ഏഴുമലയാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. തന്റെ മകൾ രക്ഷിത മരണപ്പെട്ടെന്നും തന്റെ ഭാര്യ ലക്ഷ്മിയാണ് അവളെ റേപ്പ് ചെയ്ത് കൊന്നതെന്നും ഏഴുമല മൈക്കിലൂടെ പറയുന്നു.
ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് അസ്വസ്ഥരായി അവന്റെ അടുത്തുനിന്ന് മൈക്ക് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏഴുമല ഉടൻ തന്നെ ഒരു കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ താൻ സൂയിസൈഡ് ചെയ്യുമെന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ച് പിന്മാറുന്നു. ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണുകയാണ്. ശേഷം ഏഴുമല തന്റെ മകൾ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ദിവസം ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഏഴുമലയെ ലക്ഷ്മി കോൾ ചെയ്ത് നമ്മുടെ മോളുടെ പുതിയ സ്കിറ്റ് കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് അവൻ മറുപടി പറയുന്നു. കോൾ കട്ട് ചെയ്ത ശേഷമാണ് ഏഴുമല ആ വീഡിയോ കാണുന്നത്. രക്ഷിത അവളുടെ ഫസ്റ്റ് നൈറ്റിന് ഭർത്താവിനെയും അമ്മായിയമ്മയും കൊന്ന് കാമുകന്റെ കൂടെ പോകുന്നതായിട്ടായിരുന്നു ആ സ്കിറ്റിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് അഡൽട്ട് ജോക്സും ഉള്ള ആ സ്കിറ്റ് കാണുന്നതോടെ ഏഴുമലയാകെ അസ്വസ്ഥനാവുന്നു. അന്നത്തെ ദിവസം വീട്ടിൽ വരുമ്പോൾ അവന്റെ മുഖം മാറിയിരിക്കുന്നത് കണ്ട് ലക്ഷ്മി കാരണം ചോദിക്കുന്നു. ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അറിയാനുള്ള പ്രായമൊന്നും രക്ഷിതയ്ക്കായിട്ടില്ലെന്നും മാത്രമല്ല കുട്ടികൾ ഈ പ്രായത്തിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവളെ കൊണ്ട് സ്കിറ്റ് ചെയ്യിക്കുന്നതെന്നും ഏഴുമല അവളോട് പറയുന്നു. പക്ഷെ ഇതൊന്നും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നും പെർഫോമൻസ് കഴിഞ്ഞാൽ അവൾ ഇതൊക്കെ മറന്നോളൂവെന്നും ലക്ഷ്മി മറുപടി പറയുന്നു. പക്ഷെ രക്ഷിത ഇപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയുന്ന പ്രായമാണെന്നും ഇത്തരം കാര്യങ്ങളിൽ അവളിൽ ആകാംക്ഷ ഉണ്ടാക്കുമെന്നും ഏഴുമല അവളോട് പറയുന്നു. പക്ഷെ ലക്ഷ്മി അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാശിന്റെ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴാണ് മാറി വരുന്നതെന്നും ഓരോന്ന് പറഞ്ഞ് അതില്ലാതാക്കരുതെന്നും ലക്ഷ്മി അവനോട് പറയുന്നു. മാത്രമല്ല കുട്ടികളുടെ കാര്യത്തിൽ തനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും ലക്ഷ്മി അവനോട് പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടികളുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഒറ്റയ്ക്കാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രക്ഷിതയുടെ പെർഫോമൻസ് മോശമാവുകയും അവൾ ഡേഞ്ചറസ് സോണിലാവുകയും ചെയ്യുന്നു. അതോടെ ലക്ഷ്മി അവളോട് മിണ്ടാതെ പിണങ്ങിയിരിക്കുന്നു. രാത്രി കിടക്കാൻ നേരവും രക്ഷിത ഒരുപാട് വിളിച്ചിട്ടും ലക്ഷ്മി പിണക്കം മാറ്റുന്നില്ല. ഷോയിൽ ജയിച്ചാലേ ഇനി സംസാരിക്കൂ എന്ന് ലക്ഷ്മി അവളോട് പറയുന്നു. അടുത്ത തവണ രക്ഷിതയും കൊണ്ട് ചാനലിൽ എത്തുമ്പോഴാണ് അവളുടെ കോസ്റ്റ്യൂം എടുത്തിട്ടില്ലെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നത്. ഷോ ഡയറക്ടർ പറഞ്ഞതനുസരിച്ച് രക്ഷിതയെ അവിടെ നിർത്തി ലക്ഷ്മി വീട്ടിലേക്ക് പോകുന്നു. അവൾ പോയതിന് പിന്നാലെ സ്റ്റുഡിയോയിലെ കറണ്ട് കട്ടാവുന്നതും കാണിക്കുന്നു. ഈ സമയം രക്ഷിതയുടെ കൂടെ സ്കിറ്റ് ചെയ്യുന്ന ഒരു പയ്യൻ അവളെയും കൂട്ടി അവിടെ ഒരു റൂമിൽ കയറി കഥ കളിക്കുന്നു. നീ ഒരുപാട് നാളായി ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ, ഇന്ന് നിനക്കത് പറഞ്ഞു തരാമെന്ന് ആ പയ്യൻ രക്ഷിതയോട് പറയുന്നു. നമ്മളെ അവിടെ സംഭാഷണങ്ങളാണ് കേൾപ്പിക്കുന്നത്. അല്പം കഴിഞ്ഞ് ഇങ്ങനെയൊന്നും വേണ്ടെന്ന് രക്ഷിത പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിനക്ക് ഷോയിൽ ജയിക്കാൻ കഴിയുമെന്നും അമ്മയ്ക്ക് നിന്നോടുള്ള പിണക്കം മാറുമെന്നും ആ പയ്യൻ അവളോട് പറയുന്നു. ശേഷം രക്ഷിതയുടെ കരച്ചിലും നമ്മളെ കേൾപ്പിക്കുന്നു. രക്ഷിത എപ്പോഴും വീഡിയോ ഓണാക്കി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മൊബൈലിലെ റെക്കോർഡിൽ നിന്നാണ് ഈ സത്യങ്ങളൊക്കെ ഏഴുമല മനസ്സിലാക്കിയത്. തന്റെ മകളെ റേപ്പ് ചെയ്ത പയ്യന് വെറും 15 വയസ്സാണ് പ്രായമെന്നും ഈ ചെറുപ്രായത്തിൽ ആവശ്യമില്ലാത്ത അറിവുകൾ കിട്ടുന്നതാണ് ഇതിനെല്ലാം കാരണമെന്നും അവൻ മൈക്കിലൂടെ പറയുന്നു. ലൈംഗിക വിദ്യാഭ്യാസം തെറ്റാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്ന അഡൽട്ട് ജോക്സ് കണ്ട് കൈയടിക്കുന്നത്. മാത്രമല്ല റിയാലിറ്റി ഷോകൾ എന്ന പേരിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ബാലവേലയാണ് ചെയ്യിക്കുന്നതെന്നും അവൻ പറയുന്നു. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കള്ളക്കാമുകൻ എന്നും ഫസ്റ്റ് നൈറ്റ് എന്നുമൊക്കെയുള്ള ചിന്തകളാണ് അവരെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കുന്നത്. ഇതൊക്കെ കേട്ടിരിക്കുന്ന ലക്ഷ്മിക്കും അവളുടെ തെറ്റ് മനസ്സിലാകുന്നു. എന്റെ കുഞ്ഞിന്റെ അവസ്ഥ മറ്റൊരാൾക്ക് വരാതിരിക്കാനാണ് ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് ഏഴുമല മൈക്കിലൂടെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഇത്തരം റിയാലിറ്റി ഷോയിൽ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അത് മക്കളെ അറിഞ്ഞുകൊണ്ട് റേപ്പിസ്റ്റിന്റെ കൈ കൊടുക്കുന്നതിന് സമമാണെന്ന് പറഞ്ഞ് അവൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചെറുപ്പക്കാരൻ കഥ പറഞ്ഞു തരുന്നതും പ്രൊഡ്യൂസർ ഭാര്യയെ വിളിച്ച് മോളെ ഓഡിഷൻ അയക്കണ്ടെന്ന് പറയുന്നു. ശേഷം പ്രൊഡ്യൂസർ ആ ചെറുപ്പക്കാരനോട് 4 സ്റ്റോറിയും നല്ലതാണ്, അതുകൊണ്ട് ഇതിലേതാണ് സിനിമയാക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസറിനോട് കഥ പറയുന്നത് പോലെ 4 കഥയും ചേർത്ത് സിനിമയാക്കാമെന്ന് അവൻ മറുപടി പറയുന്നു. പക്ഷെ 4ാമത്തെ കഥയിലെ ചൈൽഡ് അബ്യൂസ് എങ്ങനെയാണ് കുട്ടികളെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതെന്ന് പ്രൊഡ്യൂസർ അവനോട് ചോദിക്കുന്നു. കുട്ടികളെ വെച്ച് അവരുടെ പ്രായത്തിന് യോജിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാമെന്നും ബാക്കി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നും ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു. ശേഷം പ്രൊഡ്യൂസർ അവനോട് തന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. മുഹമ്മദ് ഷെരീഫ് എന്ന് അവൻ മറുപടി പറയുന്നു. നമുക്ക് ഈ ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ അവന് ചെക്ക് കൈമാറുന്നു. ചെക്ക് വാങ്ങിയതും മധുമതിയെ പ്രേമിക്കുന്ന കാര്യം അവൻ പ്രൊഡ്യൂസറിനോട് പറയുന്നു. ഇത് കേട്ടതും പ്രൊഡ്യൂസർ അവനോട് ചൂടായി നിനക്ക് എന്റെ മോളെയും തരില്ല, ഈ സിനിമയും ചെയ്യുന്നില്ലെന്ന് പറയുന്നു. മുഹമ്മദ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും പ്രൊഡ്യൂസർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മായിച്ചിന്റെ കാശിനാണ് മധുമിതയുടെ അച്ഛൻ പ്രൊഡ്യൂസർ ആയതെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയയുമായി അഫെയർ ഉള്ള കാര്യം നിങ്ങളുടെ ഭാര്യയോട് പറയുമെന്ന് മുഹമ്മദ് പ്രൊഡ്യൂസറിനോട് പറയുന്നു. ഇത് കേട്ടതും അയ്യോ മരുമോനെ, നമ്മൾ തമ്മിൽ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്, ഈ സിനിമയും എന്റെ മോളും നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ ചെക്ക് അവന് കൊടുക്കുന്നു. ഇത്തരത്തിലൊരു ഹാപ്പി എൻഡിങ്ങോടെ മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.